കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. എല്ലാ മാന്യ പ്രേക്ഷകർക്കും, എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഞാൻ ഇഷ്ടപ്പെടുന്നവർക്കും ഏവർക്കും ഏഷ്യ ലൈവ് ചാനലിലേക്ക് ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന മഹനീയ സാന്നിധ്യമായ താങ്കൾക്കും നിസ്സീമമായ ഹാർദവുമായ സുസ്വാഗതം. നമ്മൾ ഇന്ന് പറയുന്ന പഴയ കാലത്ത് പറയും, തെക്കോട്ടടിച്ച കാറ്റ് എന്താണ്, തിരിച്ചടിക്കില്ലേ. എന്തുകൊണ്ടാണ് പറയുന്നത്? മരണഭയം ഒരു നിമിത്തമാണ് പറയുന്നത്. തെക്കോട്ട് പഴയ വല്യമ്മമാരെന്നൊക്കെ പറഞ്ഞാൽ അറിയത്തില്ലേ, മുത്തശ്ശിമാര്, ഞങ്ങളിവിടെയൊക്കെ മുത്തശ്ശി എന്നൊക്കെ പറയും, വല്യമ്മ എന്ന് പറയും, അമ്പൂറ്റിയമ്മ എന്ന് പറയും, അങ്ങനെയൊക്കെയാണ് പറയുക അല്ലേ? നിങ്ങളൊക്കെ എങ്ങനെ പറയുക? അറിയില്ല അല്ലേ? എനിക്കറിയില്ല നിങ്ങളൊക്കെ എങ്ങനെയാ പറയുന്നത്. ഞാൻ തിരുവല്ലക്കാരൻ, മധ്യ തിരുവിതാംകൂറുകാരനായിട്ടുള്ള ആറന്മുള പ്രദേശവും തിരുവല്ലയ്ക്ക് അടുത്തുള്ള പ്രദേശത്തുള്ള തടിയൂർ എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിൽ ഒരു കൊച്ചു ജ്യോത്സ്യനായ കൊച്ചറിവുള്ള ഒരു മനുഷ്യനാണ് ഞാൻ. അപ്പൊ ഇവിടെയൊക്കെ പറയുന്നത് വല്യമ്മച്ചി എന്നൊക്കെ പറയും. അത് ക്രിസ്ത്യൻസ് ഒക്കെ ആണെങ്കിൽ അമ്മച്ചി എന്നാണ് വിളിക്കുക. ഞങ്ങളൊക്കെ ഞങ്ങൾ അമ്പൂറ്റിയമ്മ, മുത്തശ്ശി, മുത്തശ്ശൻ എന്നൊക്കെയാണ് പറയുക, ചിറ്റപ്പൻ എന്നൊക്കെ ആയിക്കോട്ടെ. ഏതാണേലും എല്ലാം ഒന്ന് തന്നെ, ഭഗവാന്മാരെല്ലാം ഒന്ന് തന്നെ എന്ന് പറഞ്ഞ പോലെ ഇതും ഒന്ന് തന്നെ. അച്ഛനെയാണ് എന്താ പറയുക, വല്യച്ഛൻ, അച്ഛനെ മുത്തച്ഛൻ, ചേട്ടൻ അനിയൻ മക്കളെ ആണെങ്കിൽ വല്യച്ഛൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ ഇരുന്ന് തെക്കോട്ട് അടിക്കുന്ന കാറ്റ്, അതിനൊക്കെ യുക്തിവാദികൾ ഒരുപാടുണ്ടെന്ന് ഈ കാര്യങ്ങൾക്കൊക്കെ. തെക്കോട്ടടിച്ച കാറ്റ് ഒരിക്കലും തിരിച്ചടിക്കില്ല. അത് പൂർണ്ണമായിട്ട് ഒരു ദിവസം ഇങ്ങനെ നിന്ന് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ആ വീട്ടിലോ ഒരു കുടുംബത്തിലോ എന്തോ അനർത്ഥങ്ങൾ വരാനുണ്ട്, ദുരന്തങ്ങൾ വരാനുണ്ട്, അല്ലെങ്കിൽ മരണതുല്യമായിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടാകാനുണ്ട്, അല്ലെങ്കിൽ മരണ വാർത്ത കേൾക്കാനുള്ള നിമിത്തമാണെന്നാണ് പറയുന്നത്. അത് സത്യസന്ധമായിട്ടുള്ള നമ്മുടെ കേരളത്തിന് മാത്രം പൈതൃകമായിട്ട് നിൽക്കുന്ന സഹ്യ പർവ്വതം എന്ന് പറയുന്ന വടക്ക് ഭാഗത്തുള്ള രീതിയിൽ താഴ്ന്നു കിടക്കുന്നതായതുകൊണ്ടാണ് ഏറ്റവും വടക്ക് കിളന്നും തെക്ക് താഴ്ന്നും കിടക്കുന്നതുകൊണ്ടാണ് കാറ്റെപ്പോഴും തെക്കോട്ടടിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? പക്ഷെ എല്ലായിടത്തും ഇല്ല. ഇത് പ്രത്യേക സൂചനയാണ്. അതായത് പട്ടി മോങ്ങിയാലുള്ളതെന്ന് പറയുന്ന പോലെ എപ്പോഴും പട്ടി മോങ്ങിയാൽ ആ സൂചനയില്ല. ചില സന്ദർഭങ്ങളിൽ മാത്രം, ചില സന്ദർഭങ്ങളിൽ കൃത്യമായിട്ട് തെക്കോട്ട് തന്നെയാണ് കാറ്റടിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഒന്നിൽ ആ കുടുംബത്തിലെ ബന്ധങ്ങൾക്കോ എന്തെങ്കിലും ദുരന്തങ്ങളോ ദോഷങ്ങളോ ഒക്കെ ഉണ്ടാകാമെന്നും അവിടെ ഉള്ളവർക്ക് തന്നെ ദോഷങ്ങൾ ഉണ്ടാവുന്നു. അന്നൊക്കെ മുത്തശ്ശിമാരൊക്കെ വിളിച്ച് പറയുമായിരുന്നു, അയ്യോ എൻ്റെ കൊച്ചുമോൻ ഇന്നടത്ത് വരെ പോയിരിക്കുകയാണ്, ഇവിടെ നിന്ന് 10-60 കിലോമീറ്റർ, അന്ന് മൈലാണ് പറയുന്നത്, അയ്യോ 10-40 മൈൽ താണ്ടി ഇനി എപ്പോൾ വരും, അതൊന്നും ബസ്സില്ലാത്ത കാലമായിരുന്നു. അപ്പോൾ ഇങ്ങനെ തെക്കോട്ട് കാറ്റടിക്കുകയും ചെയ്തു, എന്തെങ്കിലും ആപത്തുകളുണ്ട്, ടെൻഷനായിരുന്നു അവർ. ഇന്നും അത് തന്നെ സത്യം. അതുകൊണ്ടല്ലേ തെക്ക് കിഴക്ക് ഭാഗത്ത് ഇടി, മിന്നല്, കൊല്യാന് ഇതൊക്കെ ഉണ്ടാകുന്നതുകൊണ്ടാണ് അവിടെ നമ്മൾ എന്ത് വെച്ചു പിടിപ്പിക്കുന്നത്? നല്ല പുഷ്ടിയുള്ള വൃക്ഷങ്ങൾ വെച്ചു പിടിപ്പിക്കുന്നത്. എന്താണ് പുഷ്ടിയുള്ള വൃക്ഷങ്ങൾ? ഇടിയൊക്കെ വെട്ടിയാൽ ഏക്കുന്നത് ഔത്തേലായിരിക്കണം. ഒന്നുകിൽ തെങ്ങ്, ആഞ്ഞിലി, അല്ലെ അങ്ങനെയുള്ള സാധനങ്ങളിൽ വേണം എന്ത് ഇടിമിന്നലൊക്കെ അടിക്കാനായിട്ട്. എന്നെങ്കിൽ മാത്രമേ നമ്മുടെ വീട് സുരക്ഷിതമാകൂ. അതാണ് വാസ്തു. ഞാൻ എപ്പോഴും വാസ്തുവിന്റെ കാര്യം പറയും. ഈ വാസ്തുവിൽ നിന്ന് പോയിട്ടുള്ള സംഭവം തന്നെയാണ് ഫെങ്ഷുയി എന്ന് പറയുന്നത്. 10,000 വർഷങ്ങൾക്ക് മാത്രം മുമ്പ് നിലകൊള്ളുന്നതായിട്ടുള്ളൊരു വിഷയമാണ് ഫെങ്ഷുയി. നമ്മുടെ എന്ന് പറഞ്ഞാൽ പൈതൃകം, വർഷം ഇപ്പം തന്നെ നമ്മുടെ ഇംഗ്ലീഷ് വർഷം 2020 ആകാൻ പോകുന്നു അല്ലേ? മലയാള വർഷം 1195 ആകാൻ പോകുന്നു. അപ്പൊ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ത്രേതായുഗം, കലിയുഗം, ഇതിപ്പം കലിയുഗം, ദ്വാപരയുഗം, യുഗങ്ങൾ ഒരുപാടുണ്ട്. ഒരു സംവത്സരം എന്ന് പറഞ്ഞാൽ തന്നെ ഇത്ര വർഷങ്ങൾ, ഈ പരമാണു എന്നൊക്കെ പറയുന്ന കണക്കുകളുണ്ട്. അതൊരു ദിവസം ഞാൻ വിശദീകരിച്ചു തരാം. അതുപോലെ നാഴിക വിനാഴിയുടെ കണക്കൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം, നിങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം, ജ്യോതിഷ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. അപ്പോഴേ കള്ളനാണയങ്ങളെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. എൻ്റെ അറിവിൻ്റെ പരമാവധി ബുക്ക് വായിച്ചതും മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അല്ല, എനിക്ക് കൊച്ചിലെ തൊട്ടുള്ള അറിവൊന്നുമല്ല.
ഇതൊക്കെ ഓരോന്നും ചിലപ്പോൾ ഒരു സെഗ്മെന്റ് വരുമ്പോൾ ഇത് വരുമ്പോഴാണ് നമ്മൾ പുസ്തകം എടുത്ത് റെഫർ ചെയ്ത് അത്രമാത്രം കഷ്ടപ്പെട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ എന്താ പറയുക, വെറുതെ നടക്കുന്നവർ ഞങ്ങളുടെ ചാനലിന്റെ പല സാധനങ്ങളും അടിച്ചു മാറ്റി ഹെഡിങ് ആക്കിയിട്ട് പല രീതിയിൽ മനുഷ്യരെ പറ്റിക്കുകയാണ്. ഉപ്പിൻ്റെയൊക്കെ പറഞ്ഞ് അതുപോലെ ഉപ്പിൻ്റെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു നന്മയുണ്ടാകത്തില്ല, സംശയമില്ലാത്ത കാര്യമാണ്. നിങ്ങളല്ലേ മറ്റു അറിവുള്ള, നല്ല പ്രായമുള്ള, നന്മയുള്ള, നിങ്ങളുടെ അടുത്തൊക്കെ കാണും. ഈ കേരളത്തില് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നല്ല ഉത്തമന്മാരായ ഉഗ്രൻ ജ്യോത്സ്യന്മാർ, നല്ലതായിട്ട് പഠിച്ച ജ്യോത്സ്യന്മാർ. ചിലപ്പോൾ അവർക്ക് പ്രശസ്തി ഇച്ചിരി കുറവായിരിക്കാം, ഇച്ചിരി പേരിച്ചിരി കുറവായിരിക്കാം, പക്ഷെ ആ നാട്ടിലൊക്കെ പേരുള്ള ആളായിരിക്കാം. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് ഒരിക്കലും കാണണ്ട. ആ ഒരു പ്രശസ്തനായ ജ്യോത്സ്യൻ്റെ അടുക്കൽ, അല്ലെ പ്രഗത്ഭനായ ജ്യോത്സ്യൻ്റെ അടുക്കൽ ചെന്ന് നിങ്ങൾ ഇതൊന്ന് ചോദിച്ചു നോക്കണം, ഈ ഉപ്പിൻ്റെ കാര്യം ഇങ്ങനാണോ സാറേ ചെയ്യുന്നത്, അല്ലെ ഇങ്ങനാണോ ചേട്ടാ ചെയ്യുന്നത്, ഇങ്ങനാണോ ജ്യോത്സ്യനെ ചെയ്യുന്നത് എന്നുള്ളത്. അങ്ങനെ വരെ സെഗ്മെന്റ് അടിച്ചു മാറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അല്ല അത് തന്നെയല്ല, പിന്നെ രാത്രി കാലങ്ങളിൽ വൾഗറായിട്ടുള്ള സാധനം ചെയ്തിട്ട് രാവിലെ സമയമാകുമ്പോൾ ഈ സാധനം എന്ത് ചെയ്യും, ഡിലീറ്റ് ചെയ്ത് കളയുന്നതായിട്ടുള്ള വിഷയമുണ്ട്. അതൊക്കെ രക്ഷിതാക്കളും ശ്രദ്ധിക്കുക. പിന്നെ സ്വന്തമുള്ള ആൾക്കാർക്ക് ഇത് കാണാൻ താല്പര്യമുള്ളവർ കണ്ടോ, കുഴപ്പമൊന്നുമില്ല, ധൈര്യമായിട്ടിരുന്നു. നന്മയുണ്ടാകാൻ വേണ്ടിയുള്ള വിഷയങ്ങൾ മാത്രമേ എന്നെ സംബന്ധിച്ച് ഞാൻ പറയുവോ അല്ലെങ്കിൽ എൻ്റെ ചാനലിൽ പറയുവോ ഒക്കെ ഞങ്ങൾ ചെയ്യാറുള്ളൂ. സംശയമില്ലാത്ത കാര്യമാണ്. ഇതിനകത്ത് ഉള്ള ആൾക്കാർ മൊത്തം ജ്യോതിഷവും ഫെങ്ഷുയും ഒക്കെ നന്നായിട്ട്, സാമാന്യന നന്നായിട്ട് എല്ലാവർക്കും ഇല്ല. എനിക്കാണെങ്കിൽ ഒരു 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 പരമാണുവിൻ്റെ അറിവ് പോലും ഇല്ല. എല്ലാം ഇങ്ങനെ വായിച്ചും കണ്ടുള്ള അറിവല്ലാതെ വേറെ ഒന്നുമില്ല. പിന്നെ അച്ഛനമ്മമാർ പറഞ്ഞു തന്നിട്ടുള്ളതായിട്ടുള്ള വിഷയങ്ങൾക്കുള്ള അറിവുകൾ മാത്രമേ ഉള്ളൂ. ഇതെല്ലാം കോപ്പി ചെയ്ത് ഞാനും കോപ്പിയാണ്. മമ്മൂട്ടി പണ്ട് പറഞ്ഞ പോലെ ഞാനും മേക്കപ്പാണ്. മമ്മൂട്ടിയോട് ചോദിച്ചു മേക്കപ്പ് ചെയ്യാറുണ്ടെന്ന് ചോദിച്ചപ്പോൾ മമ്മൂട്ടി പറഞ്ഞു ഇത് ഞാനും മേക്കപ്പാണ് എന്ന് പറഞ്ഞ പോലെ. അപ്പം ഞങ്ങളും പല പുസ്തകങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ റെഫർ ചെയ്തിട്ട് ഏത് പുസ്തകത്തിലേ നല്ലതെന്നുള്ള ഉദ്ദേശിച്ചാണ് നമ്മൾ പറയാ. അതാണ് യുക്തിവാദികൾ പറയുന്നത്. സഹ്യപർവ്വതം നിൽക്കുന്നിടത്ത് വടക്ക് ഭാഗം കളന്നും തെക്ക് ഭാഗം താന്നും കിടക്കുന്നത് കൊണ്ടാണ് തെക്കോട്ട് കാറ്റടിക്കുന്നത്. അത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്, ഇല്ലതൊന്നും പറയുന്നില്ല. പക്ഷെ ആ കാറ്റൊരു പ്രത്യേക രീതിയിൽ അടിച്ചു കഴിയുമ്പോഴാണ് ഈ മരണഭീതി ആ കുടുംബത്തിനുണ്ടാകുന്നത്. അന്നേരം തന്നെ ശിവക്ഷേത്ര ദർശനം നടത്തുവോ, ശിവക്ഷേത്രത്തിൽ പ്രത്യേകം വഴിപാടുകൾ കഴിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ ഭീതി മാറിക്കിട്ടും. നിമിത്തങ്ങൾ എന്ന് പറഞ്ഞാൽ സത്യമാണ്. അനുഭവിച്ചറിഞ്ഞ നിങ്ങൾ ആർക്കെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ അനുഭവിച്ചറിഞ്ഞ ആൾക്കാർക്ക് അറിയാം. സംശയാതീതമായിട്ട് ഉള്ള ഒരു കാര്യമാണ്. നിങ്ങളല്ല എങ്കിൽ നിങ്ങൾ പരീക്ഷിച്ച് നോക്കിക്കോളൂ. ഏറ്റവും ഉത്തമമായിട്ടുള്ള ഏതെങ്കിലും ഒരു സൽക്കർമ്മമോ നല്ല കാര്യത്തിനോ യാത്രയ്ക്ക് പുറപ്പെടുമ്പോൾ നിങ്ങളുടേതല്ലാത്ത വേറൊരു പട്ടിയെ കണ്ടിട്ട് പോയി നോക്കൂ. നിങ്ങൾ എത്ര സർക്കാർ ജോലിയുടെ ക്ലിപ്തമായിട്ട് ചെല്ലേണ്ട സമയത്തും ഏതെങ്കിലും രീതിയിൽ തടസ്സം ഉണ്ടാവും. അങ്ങനെയുള്ള ഒരുപാടുണ്ട്. അതുകൊണ്ടൊക്കെയല്ലേ നമ്മളിപ്പോൾ പറയുന്നത് സൂര്യഗ്രഹണം, ചന്ദ്രഗ്രഹണം വരുമ്പോൾ എന്താണ് വലിവ് കൂടുക? വേലിയേറ്റവും ഇറക്കവും വരുമ്പോൾ വലിവ് കൂടുന്നത് എന്താണ്? മനുഷ്യർക്ക് ദുരിതം ഉണ്ടാകുന്നത് ഒന്നും വേണ്ട. ഈ കർക്കിടക മാസത്തിൽ ചന്ദ്രന് ബലം കുറയുമ്പോൾ നമ്മുടെ ശരീരത്തിന് ബലം കുറയുന്നത് എന്തുകൊണ്ടാണ്? ഔഷധങ്ങൾ എന്തുകൊണ്ടാണ് കഴിക്കുന്നത്? ആ സമയത്ത് ഔഷധം കഴിച്ചാലേ 365 ദിവസം അടുത്ത കർക്കിടകം വരെ ആരോഗ്യമായിട്ട് നമുക്കിരിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ പോലാണ്. തെക്കോട്ടടിച്ച കാറ്റ് ഒരിക്കലും തിരിച്ചു വരത്തില്ല, സംശയമില്ലാത്ത കാര്യമാണ്. അതിൻ്റെതായിട്ടുള്ള മേഖലയിൽ സ്ഥിരമായിട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ ഒരു ഭീതിയുണ്ട്, സംശയമില്ലാത്ത കാര്യമാണ്. അതിന് നമ്മുടെ മഹാശിവനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ മൃത്യുഞ്ജയ മന്ത്രം, ത്രൈംബകയ ജാമകി സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉറുവാരുകമികബന്ധന മൃത്യുർമുക്ഷീയ മാമൃതാത് എന്നും മാത്രം ജപിച്ചാൽ മൃതിയെ തടുക്കുക എന്നുള്ളതാണ്. മൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിക്കുക എന്ന് മാത്രമല്ല, മൃതരായവർ, മൃതശരീരം പോലെ കിടക്കുന്നവർ, തളർന്നു കിടക്കുന്നവർ, അല്ലെങ്കിൽ രോഗക്കിടക്കയിൽ കിടക്കുന്നവർ, ഒരു കാലൊടിഞ്ഞ് കിടക്കുവാണെങ്കിൽ എണ്ണീറ്റ് നടക്കാൻ വയ്യാത്തവർ, ഇവരെയൊക്കെയാണ് മൃതി എന്ന് പറയുന്നത്. അല്ലാതെ കാറ്റുപോയ ആൾക്കാരെ മാത്രമല്ല. കാറ്റെന്ന് ഞാൻ പറഞ്ഞ ശ്വാസം പോയവരെ മാത്രമല്ല. അപ്പൊ അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ചോളൂ കാറ്റടിക്കുമ്പോൾ കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഈ എളിയ മനുഷ്യന്റെ ഈ ചെറിയ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ കാണണ്ടേ, ഒത്തിരി കാലം ആയില്ലേ കണ്ടിട്ട്, കാണണം എന്ന് പറഞ്ഞുകൊണ്ട് നിസ്സീമമായ നന്ദിയും ശ്രേഷ്ഠമായ ഭഗവാന്റെ കടപ്പാടും നിങ്ങൾക്ക് വേണ്ടി മാത്രം.